ഇതാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡം രണ്ടായി മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ മുറിഞ്ഞ ഭാഗം നേരെ വന്ന് ഇടിക്കാൻ പോകുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ ഇത് വന്ന് ഇടിക്കുമ്പോൾ ഇതായിട്ട് ബാധകപ്പെടുന്നത് ഇന്ത്യയിലെ തീരദേശ മേഖലകളായ ഗുജറാത്ത്, മുംബൈ, ഗോവ, കർണാടക, പിന്നെ നമ്മുടെ കേരളം, ഈ സ്റ്റേറ്റ് ഒക്കെയാണ് ഇന്ത്യയിൽ ബാധിക്കപ്പെടുന്നത്. അങ്ങനെ ഈ മുറിഞ്ഞ ഭാഗം ഇന്ത്യയിൽ വന്ന് ഇടിക്കുമ്പോൾ ഇന്ത്യയുടെ തീരദേശ മേഖലകളിൽ ഹിമാലയൻ മലനിരകളിനെ കാട്ടി പൊക്കം കൂടിയൊരു മലനിരകൾ ഇവിടെ രൂപപ്പെടുന്നതാണ്. ഈ മൗണ്ടെയിനെ വിളിക്കുന്ന പേരായിരിക്കും സൊമാലിയൻ മൗണ്ടെയിൻ റേഞ്ച്. അങ്ങനെ ഈ പ്ലേറ്റ് വന്ന് ഇടിക്കുമ്പോൾ ഇവിടെ മല മാത്രമല്ല രൂപപ്പെടുന്നത്, ഇവിടുത്തെ താപനില, അതായത് ഇവിടുത്തെ ടെമ്പറേച്ചർ കുറയും. അങ്ങനെ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 സ്ഥലങ്ങൾ തണുക്കാൻ തുടങ്ങും. തണുത്തിട്ട് ഹിമാലയത്തെ ഇപ്പോൾ എങ്ങനെയാണോ കാലാവസ്ഥയുള്ളത് അതേ കാലാവസ്ഥയായിരിക്കും കേരളത്തിൽ മാത്രമല്ല ഈ പറഞ്ഞ 5 സ്ഥലങ്ങളിലും ഇതേ കാലാവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? സോ എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം രണ്ടായി മുറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? എപ്പോഴാണ് ഈ മുറിഞ്ഞ ഭാഗം നമ്മുടെ ഇന്ത്യയിൽ വന്ന്